ഏറ്റവും സുന്ദരമായ ഏറ്റവും ഹൃദ്യമായ ഈ നിമിഷത്തിൽ അയ്യമ്മേ നിങ്ങൾക്കൊരുങ്ങുന്ന ഈ ദൃശ്യവിരുന്നിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. മാസം പ്രായമുള്ള കുഞ്ഞിന്റെ അവയവങ്ങൾ ദാനം ചെയ്യുന്ന സ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവെന്ന പ്രത്യേകത കൂടിയുണ്ട് കുഞ്ഞിന്. സംസ്ഥാനത്ത് വീണ്ടും മരണാനന്തര അവയവദാനം. എടവനക്കാട് സ്വദേശി 19 വയസ്സുകാരി വാഹനാപകടത്തിൽ പരിക്കേറ്റ് ദിവസങ്ങളേറെയായി ചികിത്സയിലായിരുന്നു. എറണാകുളം അമൃത ആശുപത്രിയിൽ മസ്തിഷ്ക മരണം സംഭവിച്ചതിന് പിന്നാലെയാണ് അവയവങ്ങൾ ദാനം ചെയ്യാനുള്ളത്. നാം ആരും ദൈവമല്ല, നമുക്കാർക്കും ജീവൻ നൽകാൻ കഴിയുകയുമില്ല. എങ്കിലും നമ്മുടെ ഒരു വാക്ക്, ഒരു കരുതൽ ചിലപ്പോൾ കുറേയേറെ മനുഷ്യർക്ക് പുനർജന്മത്തിലേക്കുള്ള പാതി ഒരുക്കാൻ സഹായകമാകാം. പുനർജനിക്കായി നമുക്കും ഒരു നിമിത്തമാകാം, ദൈവീകമായ നിമിത്തം. കുട്ടിയാലിക്ക അല്ല, നിങ്ങളെന്താ ഇവിടെ? അനിയന്റെ റിക്കറുണ്ടും തകരാറില്ല കുട്ടിയാലിക്ക. എൻ്റെ മോനെ ആഴ്ചയിൽ 3 ഡയാലിസിസ് വേണമെന്നാ പറയണേ. ആൾക്കാർക്ക് മുഴുവനും ഇതാ സുക്കേട്, എന്താ ചെയ്യാലേ? ആ അല്ലേക്ക, നിങ്ങളെന്താ ഇവിടെ? ഓൾക്ക് ഉമ്മൻ്റെ കെട്ടിയോൾക്ക് ഓപ്പറേഷനെ മോളിലെ വാർഡില്ല. ഉമ്മക്കൊരു കിഡ്നി കിട്ടുമെന്ന് നോക്കാരാ. അല്ല, നിങ്ങൾക്കും വേണോ കിഡ്നി? ആ മോന് മാറ്റി വെക്കണമെന്നാ ഡോക്ടർ പറയണത്. എന്തായി? ഡോണർ ശരിയായില്ലേ? വേഗം വേണം. ആ എൻ്റെ മോന് 25 തികഞ്ഞിട്ടില്ല ഡോക്ടർ. ഞങ്ങൾ എന്താ ചെയ്യുക? ഞങ്ങളുടെ ഇത് പറ്റില്ലല്ലോ ഡോക്ടർ. അന്വേഷിക്കാൻ ഇനി ആരും ബാക്കിയില്ല. ബന്ധുക്കളായിട്ടാരും തയ്യാറല്ല ഡോക്ടറെ. എല്ലാവരോടും ചോദിച്ചു. നിങ്ങളൊരു കാര്യം ചെയ്യ്, ആരെയെങ്കിലും ഇവിടെ എത്തിച്ചാൽ ഞങ്ങൾ സംസാരിക്കാം. ഞങ്ങൾ ശ്രമിക്കാം ഡോക്ടർ. ഇനിയും താമസിക്കരുത്. ഇവിടെ ബന്ധുക്കളുടെ അവയവങ്ങളെ മാറ്റിവെക്കാൻ പറ്റുമോ? അത് നിങ്ങൾക്കറിയില്ലേ? അല്ല ഡോക്ടറെ, ഈ കിഡ്നി നമ്മുടെ ബുദ്ധി കൂട്ടുവോ? ഇത് ആരാ ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞത്? ഏതോ സിനിമയിൽ നമ്മൾ കണ്ടിക്കണെന്ന്. ബുദ്ധി വേണേല് തലയിൽ കിഡ്നി വേണമെന്ന്. ശുദ്ധ വിഡ്ഢിത്തം. നിങ്ങളൊക്കെ ഈ കഥകൾ വിശ്വസിക്കൂ? അല്ല മോളെ, നിങ്ങൾക്ക് ഇവിടുന്ന് ഒന്നും കിട്ടിയില്ലേ? എന്താ കിഡ്നി ഇവിടുന്ന് കിട്ടുന്ന ഞമ്മളറിഞ്ഞേ. ഉമ്മക്കും വേണമെന്ന് പറഞ്ഞ ഇവിടെ കിട്ടിയില്ല കുട്ടിയാലിക്ക. പടച്ചോനെ, ഉമ്മക്ക് സൂക്കേടൊന്നുമില്ല. ഇപ്പൊ ഒരെണ്ണം വാങ്ങി വെച്ചാലേ പിന്നെ ഓടിപ്പായണ്ടല്ല. എന്താ കുട്ടിയാലിക്ക ഇത്? കുട്ടിയാലിക്കൊക്കെ എന്താ ഭ്രാന്താ? കാലം മാറി വരുമ്പോൾ മനുഷ്യരിലും മാറ്റങ്ങൾ കാണും. പക്ഷേ മാറി മാറി വരുന്ന തട്ടിപ്പുകാർ നമുക്ക് മുന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അവർ പല വേഷങ്ങളിലും ഭാവങ്ങളിലും നമുക്ക് ചുറ്റും വലകൾ തീർക്കും. ആ വലകളിൽ അകപ്പെടുന്ന നാം പിടഞ്ഞ് പിടഞ്ഞ് എന്നേക്കുമായി ഇവിടെ നിന്നും യാത്രയാകും. എല്ലാം നഷ്ടപ്പെട്ട് കുറ്റബോധം കൊണ്ടും നാണക്കേടുകൊണ്ടും തലകുനിച്ച് നമ്മുടെ ജീവിതവും അപ്രസക്തമാകും.
ചേച്ചി, അയ്യോ ചേച്ചി കരയണ? കരയല്ലേ ചേച്ചി? ആരാ? മനസ്സിലായില്ല. ഞാൻ തോമസ്. ചേച്ചിക്ക് എന്നെ അറിയാന്നേ. ഒരു സഹായമാണെന്ന് കരുതിയാൽ മതി. ആ, എൻ്റെ മോൻ. അയ്യോ, വൃക്ക മാറ്റി വെക്കണമെന്ന് പറഞ്ഞല്ലേ? ആ അതെ. അല്ല, ഡോണറെ കിട്ടിയിട്ടില്ല അല്ലേ? അതെ, ഇവിടെ കൊണ്ടൊന്നും നടക്കൂലേ ചേച്ചി. എന്താ എന്താ പറഞ്ഞേ? അതല്ല, ഇവിടെ സർക്കാർ ആശുപത്രി അല്ലേ, ബന്ധുക്കൾ തന്നെ വേണ്ടേ? ആരാ വരിക? മരിച്ചാലും ഒന്നും നടക്കില്ല. ആ അതും ശരിയാ. എവിടെ നിന്ന് കിട്ടാനാ? ഞങ്ങളുടേതാണെങ്കിൽ ചേരണമില്ല, എന്ത് ചെയ്യണമെന്ന് അറിയണമില്ല. ചേച്ചിക്കാരല്ലേ, കാലതല്ലേ, വിഷമിക്കാതിരി ചേച്ചി. ഞാനില്ല ഇവിടെ, നമുക്കെല്ലാം ശരിയാക്കാന്നേ. ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? ഇവിടെ ഒന്നും ശരിയാവില്ല. ആദ്യം ആശുപത്രി മാറണം. പറ്റിയ സ്ഥലം ഞാൻ പറഞ്ഞുതരാം. അവിടെ ചെന്നാലേ ബന്ധുവുണ്ടാവും, കിഡ്നിയും കിട്ടും. ആ ചെലവൊന്നും ഞങ്ങളെക്കൊണ്ട് താങ്ങൂല തോമസേ, ഞങ്ങൾ പാവങ്ങളാ. ആ ഇല്ലെന്നേ, നിങ്ങളെ കൊണ്ട് പറ്റും. പുറത്ത് 40 ചോദിക്കുന്നത്. നിങ്ങൾക്കായിട്ട് ഞാൻ ഒരു 20 ശരിയാക്കാം. നല്ല ചെറുപ്പക്കാരുണ്ടെന്നേ. ആ, നിങ്ങളെയും തപ്പി ഇമ്മണി നാളായി നമ്മൾ നടക്കണ്. ആ പറയണ ആള് നിങ്ങളാണല്ലേ? എന്താ കാര്യം കാരണവരെ? അതെ, ഞമ്മക്കും വേണം അർജന്റായിട്ട് ഒരെണ്ണം. കിഡ്നിന്ന്. ആ പറഞ്ഞോ കാരണവരെ, ആർക്കാ വേണ്ടത്? ഞമ്മക്ക് തന്നെയാണ്. കല്ലില്ലാതെ തന്നെ വേണട്ടാ. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ എല്ലാ കിഡ്നിയിലും കല്ലാണത്രേ. അല്ല, നിങ്ങളെ ഇവിടെ ഇതിനു മുമ്പൊന്നും കണ്ടിട്ടില്ലല്ല. അല്ല, ഒരെണ്ണത്തിന് എത്ര വില വരുന്ന നിങ്ങൾ പറഞ്ഞേ? 20. അഡ്വാൻസ് വേണ അതോ മുഴുവനായിട്ടും വേണ? അല്ല, അതിനൊക്കെ കുറച്ച് സമയം എടുക്കും. അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. ആണാ? എന്നാ നമ്മൾ മോൻ്റെ നമ്പർ തരാം. നമ്മുടെ കയ്യിൽ ഫോണില്ലല്ലോ. അതെ, ശരിയാവുമ്പോൾ വിളിച്ചാൽ മതി. അല്ല, നിങ്ങളുടെ വൃക്കക്കാണോ തകരാറ്? നമുക്കൊരു പെണ്ണും കൂടി കെട്ടണമെന്നുണ്ട്. കിഡ്നി ഉണ്ടെങ്കിലല്ലേ ഉഷാറാവുള്ളൂന്നാ നമ്മുടെ നാട്ടുകാർ പറയണതേ. അയ്യേ, ഇയാളെ ഏത് കാലത്താണോ ജീവിക്കണത്? അപ്പോൾ ചേച്ചി, ഞാൻ പോട്ടെ. ചേച്ചി നല്ലോണം ഒന്ന് ആലോചിക്ക്. ഞാൻ പോയിട്ട് പിന്നെ വരാം. നമുക്കെല്ലാം ശരിയാക്കാന്നേ. ഇവിടെയെല്ലാം വ്യാപാരമായി തീർന്നിരിക്കുന്നു. മനുഷ്യജീവൻ പോലും, അവയവങ്ങൾക്ക് പോലും മനുഷ്യൻ വിലയിട്ടിരിക്കുന്നു. എല്ലാ വ്യാപാരങ്ങളിലും ഇടനിലക്കാർ പിടിമുറുക്കിയിരിക്കുന്നു. എന്തുകൊണ്ട്? രോഗികൾ വർദ്ധിക്കുമ്പോൾ, മനുഷ്യാവയവങ്ങളുടെ മാറ്റങ്ങൾ നിർദ്ദേശിക്കുമ്പോൾ, അവയവ ലഭ്യത ചോദ്യചിഹ്നമായി മാറുമ്പോൾ, അനധികൃതമായ വിൽപ്പനകൾ പൊടിപൊടിക്കുന്നു. ഇടനിലക്കാർ പാവപ്പെട്ട മനുഷ്യരെ ചൂഷണം ചെയ്ത് അവയവ വ്യാപാരം പ്രോത്സാഹിപ്പിക്കുന്നു. ഇതിനൊരു അവസാനം വേണ്ടേ? സൗമ്യ എത്തിയോ? അത് ഇപ്പം ഇവിടെ നിന്ന് പോയ ആള് എവിടെ കണ്ട പോലെ. അതോ, പാവം, ഒരു നല്ല മനുഷ്യനാ. മോൻ്റെ വിശേഷം അറിയാൻ വന്നതാ. തോമസേ. തോമസോ? ആന്നേ, മോന് വൃക്ക ശരിയാക്കി തരാമെന്ന് അദ്ദേഹം പറഞ്ഞേ. എന്ത്? കള്ളൻ, പെരും കള്ളൻ. ഇപ്പം എനിക്കെല്ലാം മനസ്സിലായി.
നീ എന്തായി പറയണേ? എനിക്കൊന്നും മനസ്സിലാവണില്ല. കള്ളൻ, തെമ്മാടി, അവൻ നിന്നെ നശിപ്പിക്കും. പാപികളാ. ചേച്ചിയോട് അവൻ എന്താ പറഞ്ഞേ? മോനെ വൃക്ക റെഡിയാക്കാമെന്ന്. 20 ആകുന്ന. ഇന്നലെ വന്നൊരു 40 ആകുമെന്നല്ലേ പറഞ്ഞത്? ചേച്ചിക്ക് ഭ്രാന്താ. അവന്മാരെല്ലാവരും ഒന്നാ, മാറി മാറി വരും. പണ്ട് എന്നെയും പറ്റിച്ചതാ. അവനാ തോമസ്. അന്നവൻ്റെ പേര് വേറെയാ. അതിന് നിനക്ക് വൃക്ക മാറ്റി വെച്ചോ? എനിക്ക് മാറ്റി വെച്ചതല്ല, എൻ്റെ ഒരെണ്ണം കൊടുത്തതാ. 25 ലക്ഷം തരാമെന്ന് പറഞ്ഞു എന്നെ പറ്റിച്ചു. ആകെ 2 കിട്ടിയത്. അതും ഈ ആസ്പത്രിയിൽ തന്നെ തുളച്ചു. എന്തിനാ നീ ഈ കടുങ്കൈ ചെയ്തത്? ഭർത്താവിൻ്റെ ചികിത്സയ്ക്ക് കാശില്ലാത്തപ്പോൾ അടുത്തു കൂടിയതാ. അങ്ങേരും പോയി, എൻ്റെ ആരോഗ്യവും. എല്ലാം ഇവന്മാരെ തട്ടിയെടുത്തേ. കാശെല്ലാം അവരാ എടുത്തേ. ദൈവമേ, എൻ്റെ മോൻ, ഞാനിനി എന്താ ചെയ്യേണ്ടത്? ചേച്ചി വിഷമിക്കണ്ട. ദൈവം ഒരു വഴി കാണിച്ചു തരാതിരിക്കില്ല. നിങ്ങൾ എന്താ പറഞ്ഞേ? 25 ലക്ഷോ? നിങ്ങളെന്താ കരുതിയേ 25 രൂപയാണെന്നോ? നിങ്ങളൊക്കെ ഏത് കാലത്താ ജീവിക്കുന്നേ? സൂക്കേടിനല്ലേ കിഡ്നി മാറ്റണത്? ഇവിടെ ആയിരക്കണക്കിന് രോഗികളാ അതും കാത്ത് കിടക്കണത്. അപ്പോഴാ സൂക്കേടില്ലാത്ത നിങ്ങൾ, അതും സൂക്ഷിച്ചു വെക്കാൻ. വിവരദോഷികളുടെ ലോകം. നമ്മളിപ്പോഴും വിവരമില്ലാത്തോൻ. കിഡ്നി കിട്ടാനുണ്ടെന്ന് മൊബൈലിൽ പറയണ്, കായ് കൊടുത്താൽ കിട്ടുന്ന് നാട്ടുകാരൊക്കെ പറയണ്. ഇപ്പോഴാ നമുക്ക് എല്ലാം മനസ്സിലായത്. ഞാനെല്ലാം കേട്ടു കുട്ടിയാലിക്ക. വൃക്കകൾ അങ്ങനെയൊന്നും കിട്ടില്ല. ജീവനുള്ളവർ സമ്മതിക്കണം. ഓപ്പറേഷൻ വേണം. ടെസ്റ്റ് ചെയ്ത് ചേരുമോന്ന് നോക്കണം. പിന്നെ പണം കൈമാറാൻ പാടില്ല. അങ്ങനെ പല പല കടമ്പകളുണ്ട്. അല്ല ഡോക്ടറെ, അപ്പം മയ്യത്താവണേല് മുന്നേ ഉമ്മടെ എടുക്കാൻ പറ്റുമോ? അതിനിപ്പോൾ വേറെയും വഴിയുണ്ട് കുട്ടിയാലിക്ക. മരണാനന്തര അവയവദാനം. ഡോക്ടർ, ആരും റെഡിയല്ല ഡോക്ടർ. ഇപ്പം ഞങ്ങളെ കാണുമ്പോൾ പലരും മാറിക്കളയുന്നു. എന്തു ചെയ്യാം? ബന്ധുക്കൾ ആരെങ്കിലും ഇവിടെ വരെ വന്നാൽ ഞങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാമായിരുന്നു. ഇനി നമുക്ക് വേറെന്തെങ്കിലും വഴി കണ്ടെത്താം. ആ, ഡോക്ടർ ജോസ് എത്തിയല്ലോ. ഇനി നിങ്ങൾക്കറിയേണ്ടത് ഡോക്ടർ പറഞ്ഞു തരും. എന്താ പ്രശ്നം? ഡോക്ടറെ, മോൻ്റെ വൃക്ക മാറ്റാൻ ഒരാളിവിടെ വന്ന് ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. 20 ലക്ഷം വേണമെന്ന്. നിങ്ങളിത് വിശ്വസിച്ചോ? പണം കൊടുത്ത് വൃക്ക വാങ്ങൽ കുറ്റകരമാണെന്ന് അറിയില്ലേ? ഇവരെല്ലാം നിങ്ങളെ പറ്റിക്കാൻ നിയമവിരുദ്ധമായി നടക്കുന്നവരാ. പിടിക്കപ്പെട്ടാൽ 10 വർഷം വരെ കഠിന തടവും 20 ലക്ഷം വരെ പിഴയും കൊടുക്കേണ്ടതായി വരും. ഇനിയിപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ഡോക്ടറെ? ആദ്യമായി അവയവദാനം കൊണ്ട് ആരോഗ്യ പ്രശ്നമൊന്നുമില്ല എന്ന് നിങ്ങൾക്ക് സ്വയം ബോധ്യപ്പെടണം. പിന്നെ നിങ്ങളുടെ അടുത്ത ബന്ധുക്കളെ പറഞ്ഞ് മനസ്സിലാക്കണം. എങ്കിലേ ഇക്കാര്യത്തിൽ മുന്നോട്ട് പോകാൻ കഴിയൂ. ഞങ്ങൾ ആരും ഇല്ലാത്തവരോ ഡോക്ടർ? അതിനാണ് കേസോട്ടോ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല, അതെന്താ? കേസോട്ടോ അവയവദാനത്തിൻ്റെ ഒരു സർക്കാർ സംവിധാനമാണ്. ഇതിൻ്റെ ആദ്യത്തെ പേര് മൃതസഞ്ജീവിനി എന്നാണ്. മരണാനന്തര അവയവദാനം കേരളത്തിൽ നിയന്ത്രിക്കുന്നത് ഈ സംവിധാനമാണ്. അപ്പം മയ്യത്താവണേല് മുന്നേ ഉമ്മടെ എടുക്കാലോ? ആക്സിഡൻറ്റിലോ മറ്റോ മസ്തിഷ്ക മരണം സംഭവിച്ചാൽ നമുക്ക് അവയവദാനം ചെയ്യാം. അതിന് പ്രായം പ്രശ്നമില്ല കുട്ടിയാലിക്ക. അല്ല, നിങ്ങൾ അടുത്ത കാലത്ത് വായിച്ചിട്ടില്ലേ 10 മാസം പ്രായമുള്ള കുട്ടിയുടെ അവയവദാനം? അപ്പോൾ കിഡ്നി മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ ഡോക്ടർ? അല്ല, വൃക്ക, കരൾ, ശ്വാസകോശം, പാങ്ക്രിയാസ്, ഹൃദയം, കോർണിയ, കൈകൾ ഇവയെല്ലാം ദാനം ചെയ്യാം. അത് വളരെ നല്ല കാര്യമാണല്ലോ. അതെ. മരണശേഷം നിങ്ങളുടെ അവയവങ്ങൾ കത്തിച്ചു കളയണോ, പുഴുവരിക്കാൻ കൊടുക്കണോ, അതോ 8 പേർക്ക് ജീവൻ കൊടുക്കണോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇതിൽ പരം എന്ത് പുണ്യപ്രവൃത്തിയാണ് ഒരാൾക്ക് ചെയ്യാൻ കഴിയുക? ഒരു നഷ്ടവുമില്ലാതെ. തീരുമാനം നിങ്ങളുടേതാണ്. മസ്തിഷ്ക മരണം സംഭവിച്ചതിന് ശേഷം ഒരാളും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. എൻ്റെ റബ്ബേ, ആരോ പറഞ്ഞിരിക്കണ് അവയവത്തിന് വേണ്ടി ആശുപത്രിക്കാർ ആളോളെ കൊല്ലുന്നു. സിനിമയിലും അങ്ങനെ ഉണ്ട്. അത്ര അത്തരം വിഡ്ഢിത്തരമാണ് നാട്ടിൽ പ്രചരിക്കുന്നത്. തികച്ചും തെറ്റാണ്.
നമ്മെ വഴിതെറ്റിക്കുന്ന പുണ്യപ്രവർത്തികൾ നിർത്താൻ പ്രേരിപ്പിക്കുന്ന തെറ്റ്. അപ്പോ പിന്നെ എങ്ങനെയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുക? ആദ്യം കേസോട്ടോയിൽ നമ്മൾ പേര് രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് ബന്ധുക്കളെ ബോധ്യപ്പെടുത്തി ഏൽപ്പിക്കുക. ആകസ്മികമായി നമ്മുടെ ജീവഹാനി ഉണ്ടായാൽ നിങ്ങൾക്കും കുറേ ജീവനെ രക്ഷിക്കാൻ സാധിക്കും. എൻ്റെ മോന് വൃക്ക കിട്ടാൻ എന്താ ചെയ്യുക? നിങ്ങളും മകൻ്റെ പേര് രജിസ്റ്റർ ചെയ്യുക. നിങ്ങളുടെ ഊഴം എത്തുമ്പോൾ നിങ്ങൾക്കും വൃക്കയുടെ ലഭ്യതയുണ്ടാവും. മസ്തിഷ്ക മരണം സംഭവിച്ചാൽ മാത്രമേ നിങ്ങൾക്കിത് ചെയ്യാൻ കഴിയൂ. സ്വാഭാവിക മരണത്തിൽ നമുക്ക് കണ്ണുകൾ മാത്രമേ ദാനം ചെയ്യാൻ കഴിയൂ. ഇതെല്ലാം ശരിയായ രീതിയിലാണോ നടക്കുന്നത് ഡോക്ടർ? അതെ, തികച്ചും സുതാര്യവും അതീവ രഹസ്യ സ്വഭാവത്തിലുമാണ് നിങ്ങളുടെ പേരുകളും മറ്റും സൂക്ഷിക്കുന്നത്. അവയവങ്ങൾ ലഭ്യമാകുമ്പോൾ നിർദ്ദിഷ്ട ലിസ്റ്റിൽ നിന്നും അറിയിക്കുമ്പോൾ മാത്രമേ ആശുപത്രിക്കാർക്ക് പോലും ആർക്കാണ് ഈ അവയവങ്ങൾ ലഭിക്കുക എന്നറിയൂ. അപ്പോ നമ്മൾ കേട്ടതുപോലെയല്ല, നമുക്കും കേസോട്ടോയിൽ രജിസ്റ്റർ ചെയ്യാം ഇപ്പോൾ തന്നെ. അതെ, നമുക്കെല്ലാം മറ്റുള്ളവരുടെ പുനർജന്മത്തിനായി ഒരു നിമിത്തമാകാൻ മുന്നോട്ട് വരാം. തികച്ചും ദൈവീകമായ ഒരു നിമിത്തം. നടക്കട ഇങ്ങോട്ട്. ഇവൻ കുറച്ച് ദിവസമായി ഇവിടെ നടന്ന് വൃക്ക വിൽപ്പന നടത്താൻ ശ്രമിക്കുന്നു സാറേ. ഞങ്ങൾ ഇവനെ കൈയോടെ പൊക്കി. അയ്യോ സാർമാരെ, ഇനി ഞാൻ ആ തെറ്റ് ചെയ്യില്ല. എന്നെ വെറുതെ വിടണം സാർമാരെ. നിന്നെ വെറുതെ വിടാം. നീ ഇപ്പോൾ തന്നെ കേസോട്ടോയിൽ പേര് രജിസ്റ്റർ ചെയ്യൂ. അങ്ങനെയെങ്കിലും നിന്റെ പാപങ്ങൾ പൊറുക്കപ്പെടട്ടെ. എത്രയോ ജന്മങ്ങൾ രോഗാവസ്ഥയിൽ മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുന്നു. എത്രയോ മനുഷ്യർ ആരോഗ്യവാന്മാരായി തന്നെ ആകസ്മികമായി കാലയവനികയിൽ പോയി മറയുന്നു. മരണശേഷം 6 അടി മണ്ണിലേക്ക് കടന്നു പോകുന്ന നമ്മുടെ ഓരോ അവയവവും നമുക്ക് എന്തു നൽകുന്നു? മോക്ഷമോ? പക്ഷേ യഥാർത്ഥ മോക്ഷം അവയോരോന്നും ഓരോ മനുഷ്യരിലും പുനർജന്മത്തിന് കാരണമാകുമ്പോഴല്ലേ? ചിന്തിക്കൂ, പ്രവർത്തിക്കൂ. ഇന്നു തന്നെ, ഇപ്പോൾ തന്നെ, അതെ, ഇന്ന് തന്നെ നമുക്ക് KSOTOയിൽ രജിസ്റ്റർ ചെയ്യാം. മോക്ഷത്തിന് പുതുവഴി തേടാം. പുനർജനി ഒരു ചെറുനാടകം ഇവിടെ അവസാനം. രചന ഡോക്ടർ നാസർ, സംവിധാനം അഭിനേതാക്കൾ ജോസ്, ഡോക്ടർ ശശിധരൻ, ഡോക്ടർ ഫെരിയാൻ, ഷീജ, ഡോക്ടർ കിഷോർ, മിസിസ് പത്മജ, ഡോക്ടർ കൃഷ്ണ, ഡോക്ടർ അഭിലാഷ്. ഇനിയും പുനർജനികൾക്കായി നമുക്ക് ഒത്തുചേരാം. താങ്ക് യു വെരി മച്ച്.